ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും സ്വാഗതം ചക്രപാണി ക്ലാസ്സസിലേക്ക്. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ വിജയിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ? വ്യക്തമായ ലക്ഷ്യബോധമുള്ളവരാണോ നിങ്ങൾ? കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ ലോകത്തൊരു ശക്തിക്കും നിങ്ങളുടെ വിജയത്തിന് തടയിടാനാകില്ല. നിങ്ങൾ വിജയിച്ചേ മതിയാകൂ. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ചക്രപാണി ക്ലാസ്സസിലേക്ക് ഞാൻ ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന ഒരധ്യായം, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല. അത്രമാത്രം കാര്യങ്ങൾ പറയാനുണ്ട്. കേട്ടാലും മതി വരില്ല. അത്രത്തോളം കാര്യങ്ങൾ കേൾക്കാനുമുണ്ട്. പക്ഷെ ഞാൻ അത്തരത്തിലുള്ളൊരു സാഹസത്തിലേക്കൊന്നും മുതിരുന്നില്ല. ഒരു മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വസ്തുതകളും അടങ്ങുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത്. ആ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏവരെയും ഞാൻ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. ഡയറക്റ്റായിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു. കേരള ബുദ്ധൻ എന്നറിയപ്പെടുന്നു. ഈ വിശേഷണങ്ങളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. കേരള നവോത്ഥാനത്തിൻ്റെ ശില്പിയെന്നോ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നോ കേരള ബുദ്ധൻ എന്നോ ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അതാര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ്. കേരള നവോത്ഥാനത്തിൻ്റെ ശില്പി എന്ന് പഠിക്കുമ്പോൾ ഒന്ന് രണ്ട് പേരുടെ പേരുകൂടി ഓർമ്മിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ലോക നവോത്ഥാനത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഫാദർ ഓഫ് റിനസൻസ് ഇൻ ദി വേൾഡ്, ലോകത്തിലെ നവോത്ഥാനത്തിൻ്റെ ശില്പി, അല്ലെങ്കിൽ ഫാദർ ഓഫ് ഹ്യൂമനിസം ഇൻ ദി വേൾഡ്, ലോകത്തിലെ മാനവികതയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് പെട്രാർക്കാണ്. പെട്രാർക്ക് ലോക മാനവികതയുടെ പിതാവ്, റിനസൻസിന്റെ ഫാദർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു പെട്രാർക്ക്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ശില്പി ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ശില്പി രാജാറാം മോഹൻ റോയ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ശില്പി. കേരള നവോത്ഥാനത്തിന്റെ ശില്പി ആരാണ്? ശ്രീനാരായണ ഗുരു. ഒരാളുടെ പേരുകൂടി പഠിക്കുക. അതാരാണ്? കേരളത്തിൽ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവി. വൈക്കമല്ല, വക്കം. തിരുവനന്തപുരത്ത് വർക്കലയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് വക്കം. വക്കം അബ്ദുൽ ഖാദർ മൗലവി. അപ്പോൾ ഈ നാല് പേരുടെ പേര് ആദ്യം പഠിച്ചുകൊണ്ട് നമുക്ക് ശ്രീനാരായണ ഗുരുദേവനിലേക്ക് വരാം. ഒന്നുകൂടി ഞാൻ പറയാം. ലോക നവോത്ഥാനത്തിന്റെ പിതാവ്, ഇറ്റാലിയൻ സ്കോളർ, ഇറ്റാലിയൻ പോയറ്റ് ഒക്കെയായ പെട്രാർക്കാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് അഥവാ ശില്പി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി നമുക്ക് ശ്രീനാരായണ ഗുരുദേവനിലേക്ക് വരാം. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരു ജനിച്ചത് എന്നാണ്, അദ്ദേഹം സമാധിയായത് എന്നാണ്. ആ കാലഘട്ടം ഞാൻ ആദ്യം ഒന്ന് ഓർമ്മിപ്പിക്കാം. 1856 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ജനിക്കുകയും 1928 സെപ്റ്റംബർ 20-ാം തീയതി സമാധിയാവുകയും ചെയ്തു അദ്ദേഹം. ശ്രദ്ധിക്കുക, രണ്ട് ഡേറ്റുകളും ഒന്ന് ഓർത്തു വെച്ചാൽ നന്നായിരിക്കും. 1856 ഓഗസ്റ്റ് 20 അദ്ദേഹം ജനിക്കുന്നു. 1928 സെപ്റ്റംബർ മാസം 20-ാം തീയതി അദ്ദേഹം സമാധിയാകുന്നു. ഇവിടെ ഒരു ചോദ്യം ഇവിടെ നിന്ന് തന്നെ പഠിച്ചോളുക. അതാ വരുന്ന ഒരു പ്രീവിയസ് ചോദ്യം. കേരളത്തിലെ ഏത് നവോത്ഥാന നായകന്റെ ജനനദിനവും മരണദിനവുമാണ് കേരള സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്?
ശ്രീനാരായണ ഗുരു. ഓർക്കുക, കേരളത്തിലെ ഏത് നവോത്ഥാന നായകന്റെ ജനനദിനവും മരണദിനവുമാണ് പൊതു അവധിയായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. നിങ്ങൾക്കറിയാം, ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത് 1856 ഓഗസ്റ്റ് 20. മലയാള മാസം നമ്മൾ പറയുകയാണെങ്കിൽ ചിങ്ങമാസത്തിലെ ചതയം നാളിലാണ്. ചിങ്ങമാസത്തിലെ ചതയം നമുക്കറിയാം അവധി ദിവസമാണ്, 4ാം ഓണമാണ്. ഇനി 1828 സെപ്റ്റംബർ 20 അദ്ദേഹം സമാധിയായി. അത് മലയാള മാസത്തിൽ പറഞ്ഞാൽ കന്നിമാസം 5 കന്നി 5 ഗുരുസമാധി, അതും അവധി ദിവസമാണ്. അപ്പൊ കേരളത്തിലെ ഏത് നവോത്ഥാന നായകന്റെ ജനനദിനവും മരണദിനവുമാണ് കേരള സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അത് ആരുടെയാണ്? ശ്രീനാരായണ ഗുരുദേവന്റെ ജനനദിനവും മരണദിനവുമാണ് എന്ന് ഓർക്കുക. അപ്പോൾ അവിടെ ഒരു ചോദ്യമായി. അപ്പോൾ നവോത്ഥാന നായകന്മാരെ കുറിച്ച് ഞാൻ നമ്മുടെ ലോകത്തെ നവോത്ഥാനത്തിന്റെ ശില്പി, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ശില്പി, കേരള നവോത്ഥാനത്തിന്റെ ശില്പി, കേരളത്തിൽ മുസ്ലിം നവോത്ഥാനത്തിന്റെ ശില്പി, ഇത്രയും പേരുടെ പേര് പറഞ്ഞു. ഗുരുദേവൻ ജനിച്ചതും സമാധിയായതും പറഞ്ഞു. ആ 2 ദിവസത്തിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞു. ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഓരോ സംഭവമായിട്ട് പ്രധാനമായിട്ട് പറഞ്ഞു വരാം. ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത് 1856 ഓഗസ്റ്റ് മാസം 20 പറഞ്ഞു. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? തിരുവനന്തപുരം ജില്ലയിൽ തന്നെ. തിരുവനന്തപുരത്ത് ചെമ്പഴന്തി. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സ്ഥലമാണ് ചെമ്പഴന്തി. തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലെ വയൽവാരം വീട്. അദ്ദേഹത്തിന്റെ വീട് പേര് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നുണ്ട്. വയൽവാരം വീട്. അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ ചെമ്പഴന്തി എന്ന സ്ഥലത്ത് വയൽവാരം വീട്ടിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജനന തീയതിയായി കഴിഞ്ഞു. ആ പ്രത്യേക തീയതി മറക്കാതിരിക്കുക. ജനിച്ച സ്ഥലം നമ്മൾ പറഞ്ഞു, ജില്ല പറഞ്ഞു, അവിടുത്തെ സ്ഥലത്ത് പേര് പറഞ്ഞു, വീട്ടുപേര് പറഞ്ഞു. ഏതാണ്? വയൽവാരം വീട്. അച്ഛൻ മാടനാശാൻ. അച്ഛന്റെ പേരെന്താണ്? മാടൻ ആശാൻ. അമ്മ കുട്ടിയമ്മ. ഭാര്യയുടെ പേര് കാളിയമ്മ. അദ്ദേഹം വിവാഹം കഴിച്ചത് കാളിയമ്മ. വലിയ കുടുംബജീവിതമൊന്നും ഇല്ലായിരുന്നു എന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹത്തിന്റെ കർമ്മ മേഖല വേറെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ ഇനി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പോൾ 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന് പറയുന്ന സ്ഥലത്ത് വയൽവാരം വീട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ മാടനാശാൻ, അമ്മ കുട്ടിയമ്മ, ഭാര്യ കാളിയമ്മ. ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേരെന്താണ്? ശ്രീനാരായണ ഗുരുദേവന്റെ യഥാർത്ഥ നാമധേയം എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു 3 പേര് പഠിക്കുക. നാണു എന്ന് പറയാം, നാരായണൻ എന്ന് പറയാം, പിന്നെ വേണമെങ്കിൽ നാണു ആശാൻ എന്നും പറയാം. നാണു ആശാൻ, നാരായണൻ, ഏത് വേണോ പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ ഇത്രയും പഠിച്ചുകൊള്ളുക. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമധേയം നാണുവെന്നോ നാരായണനെന്നോ നാണു ആശാനെന്നോ പഠിച്ചുകൊള്ളുക. ഇതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമധേയം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നു, ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ചതെന്നാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മ ആര് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള നാമം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യകാല ഗുരു ആരാണ്? ആ പേരുകളൊക്കെ പഠിച്ചു വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യകാല ഗുരുവിന്റെ പേര് മൂത്തപിള്ളയാശാൻ. ആരാണ്? മൂത്തപിള്ളയാശാൻ. ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യകാല ഗുരുവിന്റെ പേര് എന്താണ്? മൂത്തപിള്ളയാശാൻ. സംസ്കൃതത്തിലും വേദാന്തത്തിലും ശ്രീനാരായണ ഗുരുദേവന്റെ ഗുരു ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പേട്ടയിൽ രാമൻ പിള്ളയാശാൻ. ആ പേര് മറക്കരുത്, രാമൻ പിള്ള ആശാൻ. പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ് ഇദ്ദേഹത്തിന് സംസ്കൃതത്തിലും വേദാന്തത്തിലും അറിവ് പകർന്നു കൊടുത്ത ഗുരു എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ കാളും നിങ്ങൾ പഠിക്കേണ്ടുന്നത് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ ഗുരു വരാൻ പോവുകയാണ്. ഹഠയോഗ വിദ്യ ഇദ്ദേഹത്തിന് അഭ്യസിച്ചു കൊടുത്തതാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യ. അതാരാണ്?
തൈക്കാട് അയ്യ മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവാണെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളാണ് തൈക്കാടയ്യ. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥ ഗുരു ആര് എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒറ്റ വാക്കിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ പേര് തന്നെ നിങ്ങൾ പറയണം, തൈക്കാടയ്യ. പക്ഷെ ഈ 3 പേരുടെ പേര് ഓർക്കുന്നത് നല്ലതാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യകാല ഗുരു ആരാണ്? മൂത്തപിള്ളയാശാൻ. അദ്ദേഹത്തിന് സംസ്കൃതത്തിലും വേദാന്തത്തിലും വിദ്യ പകർന്നു കൊടുത്തത് ആരാണ്? അത് പേട്ടയിൽ രാമൻപിള്ളയാശാൻ. ഇദ്ദേഹത്തിന് ഹഠയോഗ വിദ്യ അഭ്യസിച്ചതും ഇദ്ദേഹത്തെ യഥാർത്ഥ ഗുരു എന്നും അറിയപ്പെടുന്നത് ആരാണ്? തൈക്കാടയ്യ. സുഹൃത്തുക്കളെ ഓർക്കുക, തൈക്കാടയ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ശിഷ്യന്മാരുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. 3 പേരും കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ നായകന്മാരാണ്, പ്രധാനികളാണ്. ആരൊക്കെയാണ് തൈക്കാടയ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാര്? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികള്, അയ്യങ്കാളി. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും കൂടാതെ തൈക്കാടയ്യയുടെ മറ്റൊരു ശിഷ്യനാരായിരുന്നു എങ്കിൽ ചട്ടമ്പി സ്വാമി എന്ന് പറയുക. തിരിച്ചുമൊക്കെ ചോദിക്കാം. അപ്പൊ 3 ശിഷ്യന്മാർ കൂടി നിങ്ങൾ ഓർക്കുക. ആരുടെ? തൈക്കാടയ്യയുടെ 3 പ്രമുഖ ശിഷ്യന്മാരായിരുന്നു കേരളത്തിന്റെ 3 പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരായ ചട്ടമ്പി സ്വാമികള്, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ക്ലിയർ ആയല്ലോ? ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? ശ്രീനാരായണ ഗുരുവിനെ അല്ലേ നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നത്? അപ്പൊ ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? തൈക്കാടയ്യ. എന്തുകൊണ്ട്? ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവായതുകൊണ്ട് തൈക്കാടയ്യെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഗുരുവിന്റെ മഹാഗുരു, ഗ്രേറ്റ് ഗുരു ഓഫ് ഗുരു എന്ന് അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? തൈക്കാടയ്യ. ഓർക്കുക. അപ്പൊ മൂത്തപിള്ളയാശാൻ ആദ്യകാല ഗുരു. വേദാന്തത്തിലും സംസ്കൃതത്തിലും ഒക്കെ ഇദ്ദേഹത്തിന് അറിവ് പകർന്നു കൊടുത്തത് പേട്ടയിൽ രാമൻപിള്ളയാശാൻ. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ ഗുരു ഹഠയോഗ വിദ്യ ഇദ്ദേഹം അഭ്യസിച്ചത് ആരിൽ നിന്നാണ്? തൈക്കാടയ്യ. തൈക്കാടയ്യയാണ് നമ്മൾ എന്താ പറയുന്നത്, ഹഠയോഗ ഉപദേഷ്ടാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ശിവരാജയോഗി തൈക്കാടയ്യ. നിങ്ങൾ ഇനി പഠിക്കും, വിശദമായിട്ട് നമുക്ക് എടുക്കാം അത്. അപ്പൊ നോക്കുക, തൈക്കാടയ്യ ഗുരുവിന്റെ മഹാഗുരു എന്നറിയപ്പെടുന്നത് ആര്, അല്ലെങ്കിൽ ഗുരുവിന്റെ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? അതൊക്കെ ഇതിനോടൊപ്പം തന്നെ പഠിച്ചു പോവുക. തൈക്കാടയ്യയാണ്. അപ്പൊ ശ്രീനാരായണ ഗുരു എവിടെ ജനിച്ചു, എന്ന് ജനിച്ചു, അച്ഛൻ, അമ്മ, ഭാര്യ, അതുപോലെ തന്നെ ഗുരുക്കന്മാര് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഒരു വലിയ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് ഒരുമിച്ച് ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കാം. വർഷങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണത്. നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. ശ്രീനാരായണ ഗുരുവിന്റെ ജനനം മുതൽ സമാധി വരെയുള്ള ആ തീയതി വരെ അദ്ദേഹത്തിന്റെ സംഭവബഹുലങ്ങളായ ചില കാര്യങ്ങൾ, ചില സാമൂഹ്യ ഇടപെടലുകൾ, സാമൂഹ്യ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഒക്കെ നമ്മളിതാ പഠിക്കാൻ പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, 56 മുതൽ 1856 നിൽക്കുകയാണ് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചൊരു യാത്ര പോകാൻ പോവുകയാണ്. ആ ഓർഡറായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് തന്നെ ഇത് പഠിച്ച് തീർക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഇയർ വൈസ് ആയിട്ട് തന്നെ ആ വർഷങ്ങളുടെ ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് പഠിക്കാം. ഒരു വർഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 1856 ജനനം. അതിലാർക്കും സംശയമില്ലല്ലോ. 1856 ഏത് ദിവസമാണ്? ഏത്? ഓഗസ്റ്റ് 20-ാം തീയതി ശ്രീനാരായണ ഗുരുവിന്റെ ജനനം. നോക്കൂ, അടുത്ത പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് നിങ്ങൾ ഓർക്കുക, 1881. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഡേറ്റ് ആണ് 1881. അഞ്ചുതെങ്ങിൽ ഒരു സ്കൂൾ ആരംഭിക്കുന്നു ശ്രീനാരായണ ഗുരു, ഒരു പാഠശാല. അഞ്ചുതെങ്ങിൽ ഒരു പാഠശാല ആരംഭിക്കുന്നു ശ്രീനാരായണ ഗുരു 1881. രണ്ട് രീതിയിൽ ഈ ചോദ്യം ചോദിക്കാം. ശ്രീനാരായണ ഗുരു ആദ്യമായി ഒരു പാഠശാല ആരംഭിച്ചത് എന്ന് 1881 എവിടെയാണ്? അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ആറ്റിങ്കലിന്റെ സമീപം തന്നെയാണ്, കടയ്ക്കാവൂരിനൊക്കെ സമീപമാണ്. അഞ്ചുതെങ്ങ് എന്നൊക്കെ പറയുന്ന കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. നിങ്ങൾക്കറിയാം, അഞ്ചുതെങ്ങ് കലാപം കേരള ചരിത്രത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 1697 നടന്ന അഞ്ചുതെങ്ങ് സമരം, ആറ്റിങ്ങൽ റാണി, ഉമയമ്മ റാണിയുടെ കാലത്ത്. അതൊക്കെ നിങ്ങളുടെ കേരള ചരിത്രത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയാണ് അഞ്ചുതെങ്ങ് തിരുവനന്തപുരത്ത്. ആ അഞ്ചുതെങ്ങിലാണ് ഇദ്ദേഹം ഒരു സ്കൂൾ സ്ഥാപിച്ചത്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യം വന്നിട്ടുണ്ട്. 1881 ശ്രീനാരായണ ഗുരുദേവൻ ഒരു സ്കൂൾ സ്ഥാപിച്ചത്, പാഠശാല സ്ഥാപിച്ചത് ഏത് സ്ഥലത്താണ്? അഞ്ചുതെങ്ങിൽ.
ഡേറ്റുകൾ കൂടിക്കൂടി വരികയാണ്. ഇതാ വരുന്നു അടുത്ത ഡേറ്റ്, തൊട്ടടുത്ത വർഷം 1882. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീയതിയാണെന്ന് ഓർക്കുക. 1882 എന്താ സംഭവിച്ചത്? 1882 ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടുന്നത്. വെരി ഇമ്പോർട്ടന്റ്, ചരിത്രത്തിലെ നിർണായകമായ ഒരു സംഭവമാണ്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടിയത് 1882. എവിടെ വച്ച്? അണിയൂർ ക്ഷേത്രത്തിൽ വച്ച്. സുഹൃത്തുക്കളെ, അണിയൂർ ക്ഷേത്രം എവിടെയാണ്? തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ തന്നെയാണ്. വളരെ പ്രസിദ്ധമായൊരു ക്ഷേത്രമാണ്. അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും തമ്മിൽ കണ്ടുമുട്ടുന്നു. ഇയറുകൾ തെറ്റിപ്പോകരുത്. 1856 ജനനം. 1881 അദ്ദേഹം ഒരു പാഠശാല സ്ഥാപിക്കുന്നു. പിറ്റേ വർഷം 1882 അദ്ദേഹം എന്ത് ചെയ്യുന്നു? ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടുന്നു. ചട്ടമ്പി സ്വാമികളെ ശ്രീനാരായണ ഗുരുദേവൻ കണ്ടുമുട്ടിയത് എന്ന് ആണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, 1882. എവിടെ വെച്ചാണ് ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടുന്നത്? ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടുന്നത് അണിയൂർ ക്ഷേത്രത്തില്, തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലെ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ചട്ടമ്പി സ്വാമികളെ ശ്രീനാരായണ ഗുരുദേവൻ കണ്ടുമുട്ടുന്നതെന്ന് ഓർക്കുക. ഇനി നോക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേറ്റിലേക്ക് ഞാൻ വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് എന്ന് ഇനി ഞാൻ പറയാൻ പോകുന്നത്. 1888. 1888 വളരെ പ്രധാനപ്പെട്ട തീയതിയാണ്. അതുകൊണ്ട് ഞാൻ അതിനൊരു കോളത്തിലിടുകയാണ്. ഇങ്ങനെ ഞാൻ കോളത്തിലിടുന്നതിന് കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പഠിക്കുക. 1888 ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട സംഭവം അറിഞ്ഞുകൂടാ എങ്കിൽ കേരളീയർക്ക് അപമാനമാണ്, നാണക്കേടാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായിട്ട് പ്രതിഷ്ഠ നടത്തിയത്, അരിയുപ്പുറം പ്രതിഷ്ഠ, ചരിത്ര പ്രാധാന്യമുള്ള സംഭവമാണ്. എവിടെയാണ് അരിയുപ്പുറം? നിങ്ങൾക്കറിയാം, നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് നെയ്യാറിൽ മുങ്ങിത്താണ് ഒരു കല്ലെടുത്ത് അദ്ദേഹം അരിയുപ്പുറത്ത് പ്രതിഷ്ഠ നടത്തി. അതിനെ വിളിക്കുന്ന പേര് അരിയുപ്പുറം വിപ്ലവം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അരിയുപ്പുറം റവല്യൂഷൻ. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ഏത് സംഭവത്തെയാണ് അരിയുപ്പുറം വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത്? അരിയുപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി പ്രതിഷ്ഠ നടത്തിയതാണ് അരിയുപ്പുറം. അത് അരിയുപ്പുറം വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ UP അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് PSC ചോദിച്ചൊരു ചോദ്യമുണ്ട്. കേരള നവോത്ഥാനത്തിന് വഴിത്തിരിവായ ഒരു സംഭവം ഏത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ചോദ്യം വന്നത്. ഏതാണത്? അരിയുപ്പുറം പ്രതിഷ്ഠയാണ്. അരിയുപ്പുറത്ത് അദ്ദേഹം ഒരു പ്രതിഷ്ഠ നടത്തി. അത് ഒരുപാട് വിവാദമായി. നിങ്ങൾക്കറിയാം, ആ കാലഘട്ടത്തിൽ 1888 സംഭവം. 1888 ആ കാലഘട്ടത്ത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ആൾക്കാർ പരസ്പരം വേലികെട്ടി വേർതിരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അബ്രാഹ്മണന്മാർക്കെന്നല്ല, മറ്റ് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആർക്കും പ്രതിഷ്ഠ നടത്താനോ എന്തിനേറെ ഈ ദൈവത്തെ സ്വതന്ത്രമായി ആരാധിക്കാൻ പോലും ചില കൂട്ടർക്ക് അവകാശമില്ലായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അദ്ദേഹം അരിയുപ്പുറം പ്രതിഷ്ഠ നടത്തിയപ്പോൾ അത് വൻ വിവാദമായി. സവർണ മേധാവികളെല്ലാം അതിനെ എതിർത്തു. ആ എതിർത്തവരോടൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ കാര്യം ആയിരുന്നു, ഞാൻ പ്രതിഷ്ഠിച്ചത് നിങ്ങളുടെ ശിവനെ അല്ല, ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞ് ആ എതിർത്തവരുടെ നാവടപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതും ചരിത്രത്തിൻ്റെ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലാണ്. ഓർക്കുക. അപ്പോൾ അരിയുപ്പുറം പ്രതിഷ്ഠയെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് പ്രധാന കാര്യം കൂടെ ഓർക്കുക. ഈ അരിയുപ്പുറം പ്രതിഷ്ഠയോടനുബന്ധിച്ച് അദ്ദേഹം എഴുതിയ ഒരു കൃതിയുണ്ട്. ആ കൃതിയും കൂടെ ഒന്ന് പഠിച്ചാൽ നന്നായിരിക്കും. ശിവശതകം. എന്താണ് ശതകം? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. അരിയുപ്പുറം പ്രതിഷ്ഠയോടനുബന്ധിച്ച് അദ്ദേഹം രചിച്ച കൃതിയുടെ പേരെന്താണ്? ശിവശതകം. അരിയുപ്പുറം ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ എഴുതി വെച്ച വാക്യങ്ങളും കൂടി നിങ്ങളൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. എല്ലാവർക്കും അറിയാം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് എവിടെയാണ്
അത് ലിഖിതമായിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരിയുപ്രം ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിലാണ് എന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോൾ അരിയുപ്രം ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. സുഹൃത്തുക്കളെ, ഇവിടെ നിങ്ങൾ അടിവരയിടേണ്ട ഒരു വാക്കുണ്ട്. ഏത് വാക്കാണ്? സ്വാതരത്വേന. സ്വാതരത്വേന. എന്താണ് സ്വാതരത്വേന എന്ന് പറഞ്ഞാൽ? ആ വാക്കിൻ്റെ അർത്ഥം നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ പരസ്പരം ശത്രുക്കളായി മാറുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും മനസ്സിലാക്കാതെ വരുമ്പോഴാണ് നമ്മൾ അന്യരായി പോകുന്നത്. വലിയ അർത്ഥതലങ്ങളുള്ള വാക്കാണ് സ്വാതരത്വേന. എല്ലാവരും ഒന്നായി, സഹോദരങ്ങളായി, എല്ലാവരും ദൈവത്തിൻ്റെ മുന്നിൽ ഒരേ സൃഷ്ടികളാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. എല്ലാവരും ഒരേപോലെ സഹോദരങ്ങളായി പ്രവർത്തിക്കേണ്ടവരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാക്കാണ് സ്വാതരത്വേന. അപ്പോൾ അത് എവിടെയാ ലിഖിതമായിരിക്കുന്നത്? അരിയുപ്രം ക്ഷേത്രത്തിൻ്റെ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങളാണ്. അപ്പോൾ അരിയുപ്രം പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇത്രയും ചോദ്യങ്ങൾ ഓർക്കുക. എന്നാ അരിയുപ്രം പ്രതിഷ്ഠ നടത്തിയത്? 1888. ആരാണ് പ്രതിഷ്ഠ നടത്തിയത്? ശ്രീനാരായണ ഗുരുദേവൻ. അരിയുപ്രം വിപ്ലവം എന്നറിയപ്പെടുന്ന സംഭവം ഏത്? അരിയുപ്രം പ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരുദേവൻ ആദ്യ പ്രതിഷ്ഠ നടത്തിയത് എവിടെ? അരിയുപ്പുറത്ത്. ഇതെല്ലാം ചോദ്യങ്ങളാണ്. ഇനി നമ്മളിപ്പം PSC ചോദിച്ച ചോദ്യം തന്നെ ഒന്നുകൂടി നിങ്ങൾ ഓർത്തോളുക. കേരള നവോത്ഥാന ചരിത്രത്തിന് വഴിത്തിരിവായ സംഭവം ഏത്? അരിയുപ്പുറം പ്രതിഷ്ഠ. അരിയുപ്രം പ്രതിഷ്ഠ. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. അരിയുപ്രം പ്രതിഷ്ഠയോടനുബന്ധിച്ച് അദ്ദേഹം രചിച്ച കൃതിയാണ് ശിവശതകം എന്നുകൂടി ഓർക്കുക. അപ്പോൾ നമ്മൾ 1856, 881, 882, 888 വളരെ പ്രധാനപ്പെട്ട 3-4 ഇയർ പഠിച്ചു. ഇനി നോക്കാം നമുക്ക് 1891. 1891 എന്താ സംഭവിച്ചത്? ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടുമുട്ടി. വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുമുട്ടലായിരുന്നു അത്. കുമാരനാശാൻ നിങ്ങൾക്കറിയാം, പിന്നീട് SNDP യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആയി മാറിയ വ്യക്തിയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവും കുമാരനാശാനും തമ്മിൽ കണ്ടുമുട്ടിയത് 1891 എവിടെ വച്ചാണ്? കായിക്കര വച്ചാണ്. കായിക്കരയും തിരുവനന്തപുരത്ത് ചിറയൻകീഴിനടുത്തുള്ള സ്ഥലമാണ്. കുമാരനാശാന്റെ ജന്മസ്ഥലമാണ്. കുമാരനാശാന്റെ ജന്മസ്ഥലമാണ് കായിക്കര എന്ന് പറയുന്നത്. കായിക്കര വച്ചാണ് കുമാരനാശാനും ശ്രീനാരായണ ഗുരുദേവനും കണ്ടുമുട്ടിയത് 1891. 1895 വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡേറ്റ് ആണ്. ശ്രീനാരായണ ഗുരുദേവനും ഡോക്ടർ പൽപ്പുവും തമ്മിൽ കണ്ടുമുട്ടി. നിങ്ങൾക്കറിയാം, പിന്നീട് SNDP യോഗത്തിന്റെ ആദ്യ വൈസ് പ്രസിഡന്റായി മാറിയ ഡോക്ടർ പൽപ്പുവും ശ്രീനാരായണ ഗുരുദേവനും കണ്ടുമുട്ടിയത് 1895 ബംഗളൂരിൽ വെച്ചാണ്. ബംഗളൂരു എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ, അത് തന്നെയാണ് കർണാടകത്തിന്റെ തലസ്ഥാനമായ അത് നമ്മൾ ബംഗളൂർ എന്നാണ് പറഞ്ഞിരുന്നത്. ആ ബംഗളൂരിൽ വെച്ചാണ് ആര് തമ്മിൽ കണ്ടുമുട്ടിയത്? ശ്രീനാരായണ ഗുരുദേവനും ഡോക്ടർ പൽപ്പുവും തമ്മിൽ കണ്ടുമുട്ടിയത്. സുഹൃത്തുക്കളെ, ഇത്രയും ഡേറ്റുകൾ നിങ്ങൾ മറക്കാതിരിക്കുക. ഞാൻ ഒന്നുകൂടി പെട്ടെന്ന് പറയാം. 1856 ജനനം. 1881 അഞ്ചുതെങ്ങിൽ പാഠശാല സ്ഥാപിച്ചു. 1882 ചട്ടമ്പി സ്വാമികളെ അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടി. 1888 ചരിത്ര പ്രാധാന്യമായ ഏതാണ് നമ്മുടെ പ്രതിഷ്ഠ? അരിയുപ്പുറം പ്രതിഷ്ഠ നടത്തിയത്, ആദ്യ പ്രതിഷ്ഠ. 1891 കുമാരനാശാനെ കണ്ടുമുട്ടുന്നു കായിക്കര വെച്ച്. 1895 ഡോക്ടർ പൽപ്പുവിനെ കണ്ടുമുട്ടുന്നു. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഇയറിലേക്ക് ഞാൻ പോവുകയാണ്. 1903 മെയ് 15 അത് ഞാനൊന്ന് കോളത്തിലിടുകയാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തീയതിയാണ്. 1903 എന്താ സംഭവിച്ചത്? SNDP യോഗം സ്ഥാപിച്ചു ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുദേവൻ SNDP യോഗത്തിന് തുടക്കം കുറിച്ചത് 1903. എന്താണ് SNDP? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരംഭിച്ചതെന്ന് 1903 മെയ് 15. ഇതുമായി ബന്ധപ്പെട്ടൊരു 4-5 ചോദ്യങ്ങൾ നിങ്ങൾ വ്യക്തമായി പഠിച്ചു വെക്കണം. SNDP യോഗത്തിന്റെ പഴയകാല പേരെന്ത്? SNDP യോഗത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏത്? ഇങ്ങനെയൊക്കെ ചോദിക്കാം പരീക്ഷയ്ക്ക്. വാവൂട്ട് യോഗം. വാവൂട്ട് യോഗം.
ഇതാണ് SNDP യോഗത്തിന്റെ പഴയകാല പേര്. എന്താ ഈ വാവൂട്ടി യോഗം എന്ന് പറഞ്ഞാൽ? വാവൂട്ടി യോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിയൂപ്പുറം ക്ഷേത്ര കമ്മിറ്റി തന്നെയാണ്. അതാണ് പിൽക്കാലത്ത് SNDP യോഗമായി മാറിയത്. അപ്പൊ SNDP യോഗം നിലവിൽ വന്നത് 1903 മെയ് മാസം 15-ാം തീയതി. SNDP യോഗം എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. SNDP യോഗത്തിന്റെ സ്ഥാപകനാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. SNDP യോഗത്തിന്റെ പഴയകാല പേര് വാവൂട്ടി യോഗം. SNDP യോഗത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? ശ്രീനാരായണ ഗുരു. ആദ്യ പ്രസിഡന്റ് എന്ന് മാത്രമല്ല പഠിക്കേണ്ടത്, ആയുഷ്കാല പ്രസിഡന്റ്. അദ്ദേഹം സമാധിയാകുന്നത് വരെയും അദ്ദേഹം തന്നെയായിരുന്നു പ്രസിഡന്റ്. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് SNDP യോഗത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു, ആയുഷ്കാല പ്രസിഡന്റ് ആയിരുന്നു, SNDP യോഗത്തിന്റെ സ്ഥാപകനായിരുന്നു. ആ വാക്കുകളെല്ലാം പഠിച്ചു വെച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. SNDP യോഗത്തിന്റെ പഴയകാല പേര് വാവൂട്ടി യോഗം. അതായത് അരിയൂപ്പുറം ക്ഷേത്ര കമ്മിറ്റി തന്നെയാണ് വാവൂട്ടി യോഗം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. SNDP യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാൻ. SNDP യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആര്? കുമാരനാശാൻ. SNDP യോഗത്തിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ്, ഉപാധ്യക്ഷനാരാണ്? ഡോക്ടർ പൽപ്പു. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ SNDP യോഗത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു, ആദ്യ പ്രസിഡന്റ് ആയുഷ്കാല പ്രസിഡന്റ് ശ്രീനാരായണ ഗുരു. SNDP യോഗത്തിന്റെ പഴയകാല പേര് വാവൂട്ടി യോഗം. SNDP യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ, ആദ്യത്തെ ഉപാധ്യക്ഷൻ അഥവാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പൽപ്പു. ഈ പേരുകളൊന്നും മറക്കരുത്. ഇനി SNDP യോഗത്തിന്റെ ആദ്യത്തെ മുഖപത്രത്തിന്റെ പേരെന്ത്? പരീക്ഷയ്ക്ക് ചോദിക്കും. വിവേകോദയം. SNDP യോഗത്തിന്റെ ആദ്യത്തെ മുഖപത്രത്തിന്റെ പേരെന്താണ്? വിവേകോദയം. ആരാണ് വിവേകോദയം ആരംഭിച്ചത്? വിവേകോദയം ആരംഭിച്ചത് കുമാരനാശാൻ തന്നെയാണ്. പക്ഷെ വിവേകോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആര് എന്ന് ചോദിച്ചാൽ കുമാരനാശാന്റെ പേര് പറയരുത്. വിവേകോദയത്തിന്റെ ആദ്യ എഡിറ്റർ പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. M. ഗോവിന്ദനാണ്. M. ഗോവിന്ദൻ. SNDP യോഗത്തിന്റെ ആദ്യത്തെ പ്രസിദ്ധീകരണമായ വിവേകോദയത്തിന്റെ ആദ്യ എഡിറ്റർ ആയിരുന്നത് M. ഗോവിന്ദൻ. മറക്കാതിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ അതുമായി ബന്ധപ്പെട്ട് പറയട്ടെ. SNDP യോഗത്തിന്റെ ഇപ്പോഴത്തെ മുഖപത്രത്തിന്റെ പേരെന്താണ്? എല്ലാവർക്കും അറിയാം, യോഗനാഥം ആണ്. ഇപ്പോഴത്തെ മുഖപത്രത്തിന്റെ പേരെന്താണ്? യോഗനാഥമാണ്. ഇനി SNDP യോഗത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലമാണ്. കൊല്ലം ജില്ലയിലാണ് SNDP യോഗത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പൊ SNDP യോഗത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലം ജില്ല. ഇനി SN ട്രസ്റ്റ് ആരംഭിച്ചത് ആരാണ്? അത് R. ശങ്കർ ആണ്. അതും കൂടെ പഠിച്ചു വെച്ചോളുക. 1952 R. ശങ്കർ SN ട്രസ്റ്റ് ആരംഭിക്കുന്നത്. അപ്പൊ SN ട്രസ്റ്റ് ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ R. ശങ്കർ. SNDP യോഗത്തിന്റെ സ്ഥാപകനാരാണ്? ശ്രീനാരായണ ഗുരു. അപ്പൊ SNDP യോഗവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം പഠിച്ചു വയ്ക്കുക. അപ്പൊ നമ്മൾ ഇയർ വൈസ് ആയിട്ട് വന്നിട്ട് 1903 നിൽക്കുകയാണ്. 1903 SNDPയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല. മാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം വർഷങ്ങളിലേക്ക് തന്നെ നമുക്കൊന്ന് തിരിച്ചു പോകാം. വർഷങ്ങളിലേക്ക് തന്നെ പോകാം. 1903 വരെ നിൽക്കുന്നു. 1904 സുഹൃത്തുക്കളെ, ഇവിടെ ഞാൻ 1904 എന്ന് എഴുതിയിട്ട് ഞാൻ ഇവിടെ 5 എന്ന് ഇടുന്നു എന്ന് പറഞ്ഞാൽ 5 OMR ചോദ്യങ്ങൾ അതിലുണ്ടെന്ന് അർത്ഥം. അത് നന്നായി മനസ്സിലാക്കി വയ്ക്കുക. 1904 നമുക്ക് എങ്ങനെ തുടങ്ങാം? SNDP യോഗത്തിന്റെ 1-ാം വാർഷിക സമ്മേളനം നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. 1903 സ്ഥാപിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ 1-ാം വാർഷിക സമ്മേളനം നടക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം 1904 പക്ഷെ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. 1904 SNDP യോഗത്തിന്റെ 1-ാം വാർഷിക സമ്മേളനം. പക്ഷെ അത് എവിടെ വെച്ച് നടന്നു എന്നതാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. SNDP യോഗത്തിന്റെ 1-ാം വാർഷിക സമ്മേളനം 1904 എവിടെ വെച്ചാണ് നടന്നത്? അരിയൂപ്പുറത്ത് വെച്ചാണ് നടന്നതെന്ന് ഓർക്കുക. അരിയൂപ്പുറത്ത്. അപ്പം 4-5 ചോദ്യങ്ങൾ 1904 ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കണം. 1904 SNDP യോഗത്തിന്റെ 1-ാം വാർഷിക സമ്മേളനം എവിടെ വെച്ച് നടക്കുന്നു? അരിയൂപ്പുറത്ത് വെച്ച് നടക്കുന്നു. 2
വിവേകോദയം SNDP യോഗത്തിന്റെ ആദ്യ പ്രസിദ്ധീകരണമായ മുഖപത്രമായ വിവേകോദയം ആരംഭിക്കുന്നത് 1904 രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തത്, ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ മഠം സ്ഥാപിച്ചതെന്ന് 1904. 1904 മുതലാണ് അദ്ദേഹം അവിടെ സ്ഥിരതാമസമാക്കിയത്. 1904 മുതൽ അദ്ദേഹം അവിടെ സ്ഥിരതാമസമാക്കി. നാലാമത്തെ പോയിന്റ് നോക്കുക. SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു സ്ത്രീ സമാജം ആരംഭിച്ചത് 1904. ആ സ്ത്രീ സമാജത്തിന്റെ ആദ്യ അധ്യക്ഷയാരായിരുന്നു? മാതാ പെരുമാൾ. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് മാതാ പെരുമാൾ. ആരാണ് ഈ മാതാ പെരുമാൾ? മാതാ പെരുമാൾ ആരാണ്? മാതാ പെരുമാൾ എന്ന് പറയുന്നത് SNDP യോഗത്തിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റായ ഡോക്ടർ പൽപുവിന്റെ അമ്മയാണ്, മാതാവാണ്. അതും കൂടി ഓർമ്മിച്ചോളുക ഇതിനോടൊപ്പം. അപ്പം 4 പോയിന്റ് ഞാൻ പറഞ്ഞു, ഒന്നുകൂടി ഞാൻ പറയാം. 4 പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. 1904 SNDP യോഗത്തിന്റെ 1ാം വാർഷിക സമ്മേളനം നടക്കുന്നു. എവിടെ വെച്ച്? അരൂപ്പുറത്ത്. അടുത്ത 1904 പറയുന്നത് എന്താണ്? SNDP യോഗത്തിന്റെ മുഖപത്രമായ വിവേകോദയം ആരംഭിക്കുന്നത് 1904. അടുത്ത പറയുന്നത് എന്താണ്? SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരു സ്ത്രീ സമാജം ആരംഭിക്കുന്നത് എന്നാണ്? 1904. ആ സ്ത്രീ സമാജത്തിന്റെ ആദ്യ അധ്യക്ഷയാരായിരുന്നു? മാതാ പെരുമാൾ. പിന്നീട് നമ്മൾ പറഞ്ഞത് എന്താണ്? ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ മഠം സ്ഥാപിച്ച് സ്ഥിരതാമസമാക്കിയത് 1904. ഒന്നുകൂടി പറഞ്ഞാൽ നന്നായിരിക്കും. 1904 തിരുവിതാംകൂർ ഭരണാധികാരികൾ ശ്രീനാരായണ ഗുരുദേവനെ കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കി കൊടുത്തത്. അത് പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. ഏത് സാമൂഹ്യ പരിഷ്കർത്താവിനെയാണ് കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ ഭരണാധികാരികൾ ഒഴിവാക്കി കൊടുത്തത്? ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ എന്തെങ്കിലും ഒരു വ്യവഹാരവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടതില്ല എന്നൊരു തീരുമാനമെടുക്കുകയും അങ്ങനെ നടപ്പാക്കുകയും ചെയ്തത് 1904. സുഹൃത്തുക്കളെ, 1904 4-5 സംഭവങ്ങൾ ഞാൻ പറഞ്ഞു. അതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് എന്ന് ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്ത നമുക്ക് വരാം. ഇയർ വൈസ് ആയിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് 1912 വളരെ പ്രധാനപ്പെട്ട ഒരു ഇയറാണ്. അവിടെയും ഞാൻ 2 എന്ന് മാർക്ക് ചെയ്യുന്നു. എന്തിന്? അവിടെയും 2 ചോദ്യങ്ങളുണ്ട് എന്നർത്ഥം. വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ. ഒന്ന്, ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ സ്ഥാപിച്ചു. ശാരദാ മഠം സ്ഥാപിച്ചിട്ട് ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷമാണ് 1912. അപ്പൊ ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ശാരദാ മഠം സ്ഥാപിച്ച് ശാരദാ പ്രതിഷ്ഠ നടത്തിയത് എന്ന് ചോദിച്ചാൽ 1912. 1912 മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമുണ്ട്. ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടിയത് 1912 തിരുവനന്തപുരത്ത് ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്. തിരുവനന്തപുരത്ത് ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 1912 ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. തൊട്ടടുത്ത വർഷം 1913 വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണെന്ന് കൂടി നിങ്ങൾ ഓർക്കുക. 1913 ശ്രീനാരായണ ഗുരു ആലുവായിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ആലുവായിൽ ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈതാശ്രമം സ്ഥാപിച്ചതെന്ന് 1913. ഏത് തത്വത്തെ അധിഷ്ഠിതമാക്കിയാണ് അദ്ദേഹം അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഓം സാഹോദര്യം സർവത്ര. അതാണ് ആ പ്രിൻസിപ്പിൾ. ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ഏത് തത്വത്തിൽ അധിഷ്ഠിതമായാണ് ശ്രീനാരായണ ഗുരുദേവൻ 1913 ആലുവായിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ഓം സാഹോദര്യം സർവത്ര. അപ്പൊ അവിടെ 2-3 ചോദ്യങ്ങളുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എവിടെ? എവിടെയെന്ന് ചോദിച്ചാൽ ആലുവായിൽ. ശ്രീനാരായണ ഗുരുദേവൻ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് എന്ന്? 1913. ഏത് തത്വത്തിൽ അധിഷ്ഠിതമായാണ്? ഓം സാഹോദര്യം സർവത്ര. 13 തൊട്ടടുത്ത വർഷം 1914 ഈ അദ്വൈതാശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുദേവൻ മറ്റൊരാളെ കണ്ടുമുട്ടുകയാണ്. കേരളത്തിലെ മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ.
ശ്രീനാരായണ ഗുരുദേവൻ വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടിയതെന്ന് 1914. വാഗ്ഭടാനന്ദനെ കുറിച്ച് ഇനി നിങ്ങൾ വിശദമായി പഠിക്കും. ഓർക്കുക, വാഗ്ഭടാനന്ദന്റെ ഒരു വിശേഷണം കൂടി പഠിച്ചു പോവുക. ശ്രീനാരായണ ഗുരുവിനെ കണ്ട് ശ്രീനാരായണ ഗുരുവിനോടുള്ള ആദരവ് കൂടി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ സ്വജീവിതത്തിലേക്ക് പകർത്താനൊക്കെ ശ്രമിച്ചു. അതുകൊണ്ട് അദ്ദേഹം അറിയപ്പെടുന്നത് മലബാറിലെ ശ്രീനാരായണ ഗുരു. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് ആര്? വാഗ്ഭടാനന്ദൻ. അതുകൂടി ഓർമ്മിക്കുക. 1914 വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടുന്നത്. 1915 ശ്രീനാരായണ ഗുരുദേവൻ മിശ്രഭോജനം സംഘടിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, മിശ്രഭോജനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു സ്ഥലത്ത് വിവിധ ജാതി മതസ്ഥരെ ഒരുമിച്ചിരുത്തി ഭക്ഷണം നൽകുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു ഇന്നർ ഡൈനിങ് പ്രോഗ്രാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിശ്രഭോജനം. ഇത് കേരളത്തിന്റെ പല സാമൂഹ്യ പരിഷ്കർത്താക്കൾ പല പേരിൽ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, വൈകുണ്ഠസ്വാമികൾ ഇങ്ങനെ ഒരു ഭോജനം നടത്തിയതിനെ വിളിച്ച പേരെന്താണ്? സമപന്തി ഭോജനം. ഇനി തൈക്കാടയ നടത്തിയ ഈ പ്രവർത്തനത്തെ വിളിച്ച പേരെന്താണ്? പന്തി ഭോജനം. ഇനി നോക്കാം നമുക്ക്. വാഗ്ഭടാനന്ദൻ നടത്തിയ എന്താണ്? പ്രീതി ഭോജനം. സഹോദരനയ്യപ്പൻ നടത്തിയത് ഏതാണ്? മിശ്രഭോജനം. അങ്ങനെ 1915 ശ്രീനാരായണ ഗുരുദേവനും മിശ്രഭോജനം സംഘടിപ്പിച്ചു. ഇയറുകൾ കൂടി വരികയാണ്. 1916 അടുത്ത ഞാൻ അതിലേക്ക് പോകുന്നു. 1916 രണ്ട് സംഭവങ്ങൾ ഞാൻ അവിടെ രണ്ടെന്നിടുന്നു. രണ്ട് സംഭവങ്ങൾ നിങ്ങൾ ഓർക്കുക. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ശ്രീനാരായണ ഗുരുദേവൻ രമണ മഹർഷിയെ സന്ദർശിക്കുന്നു. 1916 ശ്രീനാരായണ ഗുരുദേവൻ രമണ മഹർഷിയെ, എവിടെ? തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ പോയി രമണ മഹർഷിയെ സന്ദർശിക്കുന്നു. ആ രമണ മഹർഷി എന്ന് പറയുന്നത് അസാധാരണമായ മറ്റൊരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ സന്ദർശിക്കുന്നു 1916. ആ സന്ദർശനത്തിന് ശേഷം, രമണ മഹർഷിയെ സന്ദർശിച്ചതിന് ശേഷം ഇദ്ദേഹം രചിച്ച ഒരു കൃതിയുണ്ട്, മുനിചര്യ പഞ്ചകം. എന്താണ് ആ കൃതിയുടെ പേര്? മുനിചര്യ പഞ്ചകം. അപ്പൊ മുനിപര്യ പഞ്ചകം എഴുതിയതാര്? രണ്ട് കൃതികൾ നമ്മളിപ്പോൾ പറഞ്ഞു. നമ്മുടെ അരിയുപ്പുറം പ്രതിഷ്ഠയോടനുബന്ധിച്ച് അദ്ദേഹം എഴുതിയ കൃതി ഏതാണ്? ശിവശതകം. ഈ രമണ മഹർഷിയെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം എഴുതിയ കൃതി ഏതാണ്? മുനിചര്യ പഞ്ചകം. മറക്കാതിരിക്കുക. 1916 രമണ മഹർഷിയെ സന്ദർശിക്കുന്നു. എവിടെ പോയി? തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ. മറ്റൊരു സംഭവം, 1916 ഇദ്ദേഹം ഒരു സംസ്കൃത വിദ്യാലയം, ആലുവായിൽ തന്നെ ഒരു സംസ്കൃത സ്കൂൾ ആരംഭിക്കുന്നതും 1916 ശ്രീനാരായണ ഗുരുദേവൻ 1916 ഒരു സംസ്കൃത വിദ്യാലയം, സംസ്കൃത സ്കൂള് ആലുവായിൽ ആരംഭിക്കുന്നു. 1916. 1918 വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡേറ്റ് ആണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യ ശ്രീലങ്കാ സന്ദർശനം. ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചത് ഏത് വർഷം? 1918. ആ സന്ദർശന വേളയിൽ ഒരു പ്രത്യേകതയുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി കാവി വസ്ത്രം ധരിച്ചത് എന്നെന്ന് ചോദിച്ചാൽ ശ്രീലങ്ക സന്ദർശന വേള, ആദ്യ ശ്രീലങ്കാ സന്ദർശന വേളയിൽ 1918 ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യ ശ്രീലങ്കാ സന്ദർശന വേളയിലാണ് ഇദ്ദേഹം എന്ത് വസ്ത്രം ധരിച്ചത്? കാവി വസ്ത്രം. ആദ്യമായി ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹം കാവി വസ്ത്രം ധരിക്കുന്നത് എപ്പോഴെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആദ്യ ശ്രീലങ്കാ സന്ദർശന വേളയിലാണ് എന്ന് ഓർക്കുക. അടുത്ത നോക്കൂ, 1920. 1920 എന്താ സംഭവിക്കുന്നത്? തൃശ്ശൂർ കാരാമുക്ക് വിളക്കമ്പലത്തിൽ അദ്ദേഹം ഒരു നിലവിളക്ക് പ്രതിഷ്ഠിക്കുന്നു. ഒരു നിലവിളക്ക് പ്രതിഷ്ഠിച്ചു, കെടാവിളക്ക്. അപ്പൊ അത് എവിടെയാണ് നിലവിളക്ക് പ്രതിഷ്ഠിച്ചത്? അതുകൊണ്ട് ആ ക്ഷേത്രത്തിന്റെ പേര് തന്നെ എന്താണ്? വിളക്കമ്പലം. എവിടെയാണ്? തൃശ്ശൂർ കാരാമുക്ക്. സുഹൃത്തുക്കളെ, ആ തൃശ്ശൂർ കാരാമുക്ക് പിന്നീട് അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠയും സ്ഥാപിച്ച സ്ഥലമാണ്. 1927 അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠകൾ സ്ഥാപിക്കുന്നത്. അങ്ങനെ കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ച ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ കാരാമുക്ക്. ഇതിന്റെ അവസാനം, ക്ലാസിന്റെ അവസാനം കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ച ഒരു 5 സ്ഥലങ്ങൾ ഞാൻ പറയും. അപ്പോൾ കാരാമുക്കും പറയും, ശ്രദ്ധിക്കുക. അപ്പോഴവിടെ നിലവിളക്കല്ലേ പ്രതിഷ്ഠിച്ചത് എന്ന് ചോദിക്കരുത്, നിലവിളക്കും പ്രതിഷ്ഠ. ആദ്യം 1920 അദ്ദേഹം നിലവിളക്ക് പ്രതിഷ്ഠിച്ചത് എവിടെയാണ്? തൃശ്ശൂരിലെ കാരാമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വിളക്കമ്പലത്തിലാണ് എന്ന് ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഇയറിലേക്ക് ഞാൻ പോകുന്നു. 1922. 1922 എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ചതെന്ന് 1922.
രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ച വർഷം പരീക്ഷയ്ക്ക് ചോദിക്കും. 1922 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ചോദ്യം കൂടെ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ഈ സന്ദർശന സമയത്ത് ശ്രീനാരായണ ഗുരുദേവനും ടാഗോറും തമ്മിലുള്ള സംഭാഷണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര് ചോദ്യമാണ്. ശ്രീനാരായണ ഗുരുവിനെ രവീന്ദ്രനാഥ ടാഗോർ സന്ദർശിക്കുമ്പോൾ ആ സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ ടാഗോറും തമ്മിലുള്ള സംഭാഷണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? കുമാരനാശാൻ. ആരാണ്? കുമാരനാശാൻ തന്നെയാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. 1922 വരെയായി. ഇതാ വരുന്നു മോസ്റ്റ് ഇമ്പോർട്ടന്റ് വർഷം 1924. 1924 സർവമത സമ്മേളനം സംഘടിപ്പിച്ചു. ഓൾ റിലീജിയസ് കോൺഫറൻസ് എവിടെ വെച്ച്? ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ വെച്ച്. ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ ആലുവയിൽ അദ്വൈതാശ്രമത്തിൽ വെച്ച് എന്തായിരുന്നു? ഈ 1924 സർവമത സമ്മേളനം സംഘടിപ്പിച്ചു. ആ സർവമത സമ്മേളനത്തിന്റെ മെസ്സേജ് എന്തായിരുന്നു? അല്ലെങ്കിൽ ഏത് തീമിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർവമത സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് വാദിച്ച് ജയിക്കാനല്ല, പരസ്പരം അറിയാനും അറിയിക്കാനും. അതാണ് അതിന്റെ തീം. നോട്ട് ഫോർ ആർഗ്യുമെന്റ്സ് ബട്ട് ടു നോ ആൻഡ് ഇൻഫോം അതേഴ്സ്. അതാണ്. വാദിച്ച് ജയിക്കാനല്ല. സുഹൃത്തുക്കളെ, എല്ലാ മതക്കാരെയും ജാതി മേധാവികളെയും മതമേധാവികളെയൊക്കെ വിളിച്ചുകൂട്ടിയ ഒരു സമ്മേളനം. എന്തിനാ സമ്മേളനം? ആ സമ്മേളനത്തിന്റെ ഉദ്ദേശം എന്താണ്? ഓരോരുത്തര് തങ്ങളുടെ ജാതി അല്ലെങ്കിൽ തങ്ങളുടെ മതമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നും മറ്റുള്ളതെല്ലാം അധമമാണെന്ന് പറയിക്കാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലുമല്ല. അങ്ങനെ വാദിച്ച് ജയിക്കാനല്ല, തർക്കിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, പരസ്പരം അറിയാനും അറിയിക്കാനും വേണ്ടിയിട്ടാണ്. നമ്മൾ തർക്കിക്കുമ്പോഴാണ് വിജയിയും പരാജിതനും ഉണ്ടാകുന്നത്, അല്ലേ? അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഈ ആരോഗ്യകരമായ ആശയ സംവാദം ആകാം എന്നാണ് ഗുരുവിൻ്റെ നയം. പക്ഷെ തർക്കം എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് പോയി കഴിയുമ്പോഴാണ് അവിടെ ഒരാൾ തർക്കത്തിൽ വിജയിക്കും, വേറൊരാൾ പരാജയപ്പെടും. സുഹൃത്തുക്കളെ, തർക്കത്തിൽ ഒരാൾ വിജയിച്ചാൽ പരാജയപ്പെടുന്നവൻ നമ്മുടെ ശത്രുവാകും, സ്വാഭാവികമാണ്. അയാളുടെ സ്നേഹം നമുക്ക് നഷ്ടപ്പെടും. ജീവിതത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഏറ്റവും സ്നേഹമുള്ളവരോടാണ് നമ്മൾ തർക്കിക്കുന്നു വിചാരിക്കുക. ഒരു വിഷയത്തിൽ ഭയങ്കരമായ തർക്കത്തിൽ നമ്മൾ വിജയിച്ചു, നമുക്ക് വലിയ സന്തോഷമായി, നമ്മൾ വിജയിച്ചു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, ആ പരാജയപ്പെട്ടവൻ എന്ന ആ സുഹൃത്താണെങ്കിൽ ആ സുഹൃത്ത്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവാണെങ്കിൽ ബന്ധു, അയാളുടെ സ്നേഹം നമുക്ക് നഷ്ടമാവുകയാണ് അവിടെ. അതുകൊണ്ട് ഈ ആശയ സംവാദം നല്ലതാണ്, അത് അതിരുവിട്ട തർക്കങ്ങളിലേക്ക് പോകരുത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ മെസ്സേജ് തന്നെ കൊടുത്തത്. വാദിച്ച് ജയിക്കാനല്ല, പരസ്പരം അറിയാനും അറിയിക്കാനുമാണ് ഏത് സർവമത സമ്മേളനം സംഘടിപ്പിച്ചത്. ആരാണ് സർവമത സമ്മേളനം സംഘടിപ്പിച്ചത്? ശ്രീനാരായണ ഗുരുദേവൻ. ഓർക്കുക, സർവമത സമ്മേളനത്തിലെ അധ്യക്ഷത വഹിച്ചതാര്? ശ്രീനാരായണ ഗുരുദേവനല്ല, മദ്രാസ് ഹൈക്കോടതിയുടെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് സദാശിവ അയ്യർ. ആ പേര് കൂടെ ഓർമ്മിച്ചോളുക. ജസ്റ്റിസ് സദാശിവ അയ്യർ ആണ് സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് സദാശിവ അയ്യർ. അപ്പോൾ 1924 വരെയുള്ള കാര്യം ഞാൻ പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇയർ ഒരുപാടായി, എനിക്കറിയാം. നിങ്ങൾക്ക് പലർക്കും അസ്വസ്ഥത ഉണ്ടാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ നിങ്ങളുടെ മുഖത്ത് ഒരു ആശ്വാസത്തിൻ്റെ ചിരിയും ഞാൻ കാണുന്നു. എന്താണ്? 28 വരെയല്ലേ പോകുള്ളൂ, 28 ആകുമ്പോൾ സമാധിയാകുമല്ലോ എന്നൊരാശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഒഴിവാക്കാതെ പറഞ്ഞത്. എനിക്കറിയാം നിങ്ങളിത് പോസിറ്റീവായി തന്നെ എടുക്കും, നന്നായി പഠിക്കും. എനിക്കറിയാം, എൻ്റെ സുഹൃത്തുക്കളിൽ എനിക്ക് 100% ആത്മവിശ്വാസം ഉള്ള ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഒഴിവാക്കാതെ, പ്രധാനപ്പെട്ട ഒന്നും ഒഴിവാക്കാതെ പറഞ്ഞത്. അപ്പോൾ 1924 വരെയായി. ഇനി നമുക്ക് 1925 പോകാം. ശ്രദ്ധിക്കുക, 1925 ഞാൻ രണ്ടെണ്ണിടുന്നു. 2 സംഭവങ്ങൾ ഓർക്കുക. ഒരു സംഭവം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താണ്? ഗാന്ധിജി ഗുരുദേവനെ സന്ദർശിച്ച വർഷം. മഹാത്മാഗാന്ധി ഗുരുദേവനെ സന്ദർശിച്ച് എവിടെയാണ്? ശിവഗിരിയിൽ വന്ന് മഹാത്മജി ഗുരുദേവനെ സന്ദർശിച്ചത് 1925 ഓർക്കുക. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരള സന്ദർശനത്തിൻ്റെ ആ സമയത്താണ് ഗുരുദേവനെ ആര് സന്ദർശിക്കുന്നത്? മഹാത്മജി. അവിടെ നമ്മൾ 22 ടാഗോർ സന്ദർശിച്ചു. അപ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണെന്ന് പറഞ്ഞു? കുമാരനാശാൻ. ഇവിടെ അതുപോലെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. മഹാത്മജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആരാണ്? അത് കുമാരനാശാനല്ല, എൻ കുമാരൻ. ഓർക്കാൻ വളരെ എളുപ്പമുണ്ട്, പേര് സമാനമാണ്. എൻ കുമാരൻ.
ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഓർക്കുക, 1925 മറ്റൊരു സംഭവം, ഗുരുദേവൻ തൻ്റെ പിൻഗാമിയായി ബോധാനന്ദ സ്വാമികളെ ഡിക്ലെയർ ചെയ്തു, വിളംബരം ചെയ്തു. ഇനി എൻ്റെ പിൻഗാമിയായിട്ട് ബോധാനന്ദനായിരിക്കും എന്ന് അദ്ദേഹം വിളംബരം ചെയ്തത് 1925. കാരണം 25 ആയപ്പോൾ അദ്ദേഹത്തിന് ഏതാണ്ട് തോന്നി തുടങ്ങി, മടക്കയാത്രയ്ക്കുള്ള സമയമായി, ഇനി അധികകാലമൊന്നുമില്ല എന്ന് തോന്നിയിട്ടുണ്ടാകാം. അദ്ദേഹം ബോധാനന്ദനെ പിൻഗാമിയായി പ്രഖ്യാപിക്കുന്നു. 1926 ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാം സന്ദർശനം എവിടെ? ശ്രീലങ്കയിലേക്ക്. ആദ്യ സന്ദർശനം 1918 നമ്മൾ പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്ക. അല്ലാതെ ഒരു രാജ്യത്തും അദ്ദേഹം പോയിട്ടില്ല. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? ശ്രീലങ്കയാണ് എന്ന് ഓർക്കുക. രണ്ടാം സന്ദർശനം 1926. ഇതാ വരുന്നു 1927. 1927 നിങ്ങൾ ഓർക്കുക, ശ്രീനാരായണ ഗുരുദേവൻ അവസാനമായി പങ്കെടുത്ത പൊതു ചടങ്ങ് കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗം. കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗത്തിലാണ് അദ്ദേഹം അവസാനമായിട്ട് പങ്കെടുത്ത പൊതു ചടങ്ങ്. അവിടെ ഒരു കാര്യം കൂടെ ഓർക്കുക, 1927 രണ്ട് കാര്യങ്ങളുണ്ട്. അവസാന പൊതുയോഗത്തിൽ പങ്കെടുത്തു. മാത്രമല്ല 1927 അദ്ദേഹം എവിടെ? കളവൻകോട് ആദ്യമായിട്ടൊരു കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിക്കുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ച സ്ഥലം ഏതാണ്? കളവൻകോട്. എവിടെയാണ്? കളവൻകോടം എന്ന് പറയും. കളവൻകോടം എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ്. ചേർത്തലയിലെ കളവൻകോട് ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ആദ്യ കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിക്കുന്നു. 1927 എന്ന് ഓർക്കുക. ഇനി ഒറ്റ ഡേറ്റ് കൂടെ ഇവിടെ എനിക്ക് പറയാനുള്ളൂ. 1928. അത് നമ്മൾ പറഞ്ഞു, സെപ്റ്റംബർ മാസം 20-ാം തീയതി ഗുരു സമാധി. ശ്രീനാരായണ ഗുരുദേവൻ സമാധിയാകുന്നു. ഗുരുദേവൻ സമാധിയായ സ്ഥലം എവിടെയാണ്? ശിവഗിരിയാണ്. ഇത്രയും ഡേറ്റുകൾ കൃത്യമായി പഠിക്കുക. ഇനി ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. അതായത് ശ്രീനാരായണ ഗുരുദേവൻ, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശ്രീനാരായണ ഗുരുദേവൻ ആത്മജ്ഞാനം നേടിയത് എവിടെ വെച്ചാണ്? ബോധോദയം, ആത്മജ്ഞാനം നേടിയ സ്ഥലം പരീക്ഷയ്ക്ക് ചോദ്യം, സ്ഥിരം ക്വസ്റ്റ്യനാണ്. മരുത്വാമല കന്യാകുമാരി ജില്ലയിലെ മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹാമുഖത്ത്, പിള്ളത്തടം കേവിൽ വെച്ചാണ് ഇദ്ദേഹം ആത്മജ്ഞാനമുണ്ടായത്. ശ്രീനാരായണ ഗുരുദേവൻ ആത്മജ്ഞാനം നേടിയ സ്ഥലം എവിടെയാണ്? മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹാമുഖത്ത്. മറക്കാതിരിക്കുക. ആത്മജ്ഞാനം നേടിയ ശേഷം ഗുരുദേവൻ പ്രാർത്ഥനയ്ക്കും ആത്മീയ പ്രവർത്തനങ്ങൾക്കും തെരഞ്ഞെടുത്ത സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ അതും അരുവിപ്പുറം തന്നെയാണ്. അരുവിപ്പുറത്തെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ആദ്യ പ്രതിഷ്ഠ നടത്തിയ സ്ഥലം, SNDPയുടെ 1-ാം വാർഷിക സമ്മേളനം നടന്ന സ്ഥലം, ആത്മജ്ഞാനം നേടിയ ശേഷം ഗുരുദേവൻ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം. ഇത് 3 എവിടെ തന്നെയാണ്? അരുവിപ്പുറം. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, പ്രത്യേകിച്ച് നന്നായി പഠിച്ചു വെച്ചോളുക. ഇനി നമുക്ക് പറയാം, ഈ ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യ സന്യാസി ശിഷ്യന്റെ പേരെന്താണ്? ആദ്യത്തെ സന്യാസി ശിഷ്യന്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ശിവലിംഗ സ്വാമികൾ. ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യ സന്യാസി ശിഷ്യൻ. ശ്രീനാരായണ ഗുരുദേവന്റെ അവസാന സന്യാസി ശിഷ്യൻ, അതാണ് ഏറ്റവും കൂടുതലോട്ടം ചോദിച്ചിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും ഒടുവിലത്തെ സന്യാസി ശിഷ്യൻ ഈ ബോധാനന്ദൻ എന്ന് പറയരുത്. ബോധാനന്ദനെ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചാണ് 25-ൽ. പക്ഷെ അവസാന സന്യാസി ശിഷ്യൻ ആനന്ദ തീർത്ഥൻ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആനന്ദ തീർത്ഥ സ്വാമികൾ. ആനന്ദ തീർത്ഥനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം സ്ഥിരം ഉണ്ട്. എന്താണ്? ജാതിനാശിനി സഭ സ്ഥാപിച്ചതാര്? ഒരു വളരെ പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജാതിനാശിനി സഭയുടെ സ്ഥാപകൻ ആനന്ദ തീർത്ഥൻ. 1933 ആനന്ദ തീർത്ഥൻ ജാതിനാശിനി സഭ സ്ഥാപിച്ചത്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ സന്യാസി ശിഷ്യൻ ശിവലിംഗ സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവന്റെ അവസാന സന്യാസി ശിഷ്യൻ ആനന്ദ തീർത്ഥൻ. ഇനി ശ്രീനാരായണ ഗുരുദേവന്റെ
ആദ്യ യൂറോപ്യൻ ശിഷ്യൻ ആരാണ്? ഏണസ്റ്റ് ക്ലാർക്ക്. പല ബുക്കിലും ഏണസ്റ്റ് ക്രിർക്ക് എന്നൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അത് പേര് മലയാളത്തിലേക്ക് എഴുതുമ്പോൾ സംഭവിക്കുന്നതാണ്. ഏണസ്റ്റ് ക്ലാർക്ക് എന്നോ ഏണസ്റ്റ് ക്രിക്ക് എന്നോ പറഞ്ഞോളൂ. ഏണസ്റ്റ് ക്ലാർക്ക് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ എന്ന് ഓർക്കുക. ഇനി നോക്കാം ശ്രീനാരായണ ഗുരുദേവൻ കുറിച്ച് ഇനി പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ശ്രീനാരായണ ഗുരുദേവനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര്? ജി ശങ്കരക്കുറുപ്പ്. കവി ജി ശങ്കരക്കുറുപ്പ് ശ്രീനാരായണ ഗുരുദേവനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചു. ശ്രീനാരായണ ഗുരുദേവനെ പെരിയ സ്വാമി എന്ന് വിശേഷിപ്പിച്ചതാര്? അതാരാണ്? ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പു ശ്രീനാരായണ ഗുരുദേവനെ പെരിയ സ്വാമി എന്നും കുമാരനാശാന ചിന്നസ്വാമി എന്നും വിശേഷിപ്പിച്ചത് ഇദ്ദേഹം തന്നെയാണ്. ആര്? ഡോക്ടർ പൽപ്പു. ശ്രീനാരായണ ഗുരുദേവനെ വിശേഷിപ്പിച്ചതാണ് പെരിയ സ്വാമി. ശ്രീനാരായണ ഗുരുദേവനെ നൂറ്റാണ്ടിൻ്റെ മലയാളി എന്ന് വിശേഷിപ്പിച്ചത് ആര്? നൂറ്റാണ്ടിൻ്റെ മലയാളി എന്ന് ശ്രീനാരായണ ഗുരുദേവനെ വിശേഷിപ്പിച്ചത് ആര്? മനോരമ പത്രമാണ്. മലയാള മനോരമ 1999 ഡിസംബർ 31 ഇങ്ങനൊരു വിശേഷണം കൊടുത്തത്, നൂറ്റാണ്ടിൻ്റെ മലയാളി. ഇനി നമ്മുടെ 1916 രമണ മഹർഷിയെ സന്ദർശിച്ചപ്പോൾ രമണ മഹർഷി ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു കമന്റ് പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയാമോ? ബൗദ്ധിക ഔന്നത്യമുള്ള മഹാത്മാവ്. അപ്പോൾ ബൗദ്ധിക ഔന്നത്യമുള്ള മഹാത്മാവാണ് ശ്രീനാരായണ ഗുരു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രമണ മഹർഷി. രണ്ടാം ബുദ്ധൻ എന്ന് ഗുരുദേവനെ വിശേഷിപ്പിച്ചത് ആര്? ജി ശങ്കരക്കുറുപ്പ്. അതുപോലെ തന്നെ പെരിയ സ്വാമി എന്ന് ശ്രീനാരായണ ഗുരുദേവനെ വിശേഷിപ്പിച്ചത് ആര്? നമ്മുടെ ഡോക്ടർ പൽപ്പു. നൂറ്റാണ്ടിൻ്റെ മലയാളി എന്ന് വിശേഷിപ്പിച്ചത് മലയാള മനോരമ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു സുഹൃത്തുക്കളെ. ഓം എന്നെഴുതിയ പഞ്ചലോഹം ഇദ്ദേഹം പ്രതിഷ്ഠിച്ചത് എവിടെയെന്ന് വെച്ചാൽ മുരുക്കുംപുഴ. ഓം എന്നെഴുതിയ പഞ്ചലോഹം ഇദ്ദേഹം സ്ഥാപിച്ചത് മുരുക്കുംപുഴ. അവിടെ കണ്ണാടി പ്രതിഷ്ഠയും സ്ഥാപിച്ചു എന്ന് ഓർക്കുക നിങ്ങൾ. ഇനി ഇദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ച പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കൂടി നിങ്ങൾ ഓർക്കുക. കളവൻകോട്, ആദ്യം കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ച 1927 കളവൻകോട്. അവസാന കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ചത് ഉല്ലല, കോട്ടയം ജില്ലയിലെ ഉല്ലല. ഈ രണ്ടാണ് നിങ്ങൾ ഓർക്കേണ്ടത്. എങ്കിലും 5 സ്ഥലങ്ങളോട് ഓർക്കുക. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ചത് എവിടെയാണ്? ആലപ്പുഴ ചേർത്തലയിലെ കളവൻകോട് ക്ഷേത്രത്തിലെ, കുറെ കൂടെ വ്യക്തമായി പറഞ്ഞാൽ അർദ്ധനാരീശ്വര ക്ഷേത്രത്തില്. അവസാനമായി കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ചത് എവിടെയാണ്? ഉല്ലല, വൈക്കം ഉല്ലല ഓങ്കാരേശ്വര ക്ഷേത്രത്തിലാണ് ഇദ്ദേഹം എന്ത് സ്ഥാപിച്ചത്? കണ്ണാടി പ്രതിഷ്ഠ അവസാനമായി സ്ഥാപിച്ചത്. ഇദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ച 5 സ്ഥലങ്ങൾ ഓർത്തോളുക. ഏതൊക്കെയാണ്? കളവൻകോട്, ഉല്ലല, വെച്ചൂര്, കാരാമുക്ക്, നമ്മുടെ മുരുക്കുംപുഴ. ഒന്നുകൂടെ ഞാൻ പറയാം. കളവൻകോടം, ഉല്ലല, വെച്ചൂർ, കാരാമുക്ക്, മുരുക്കുംപുഴ. ഈ സ്ഥലങ്ങളിലാണ് ഇദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠ സ്ഥാപിച്ചത് എന്നുകൂടി ഓർക്കുക. നീലഗിരിയില് ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചതാര്? നീലഗിരിയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചതാരാണ്? നടരാജഗുരു. നടരാജഗുരു ആരാണ്? ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ്. അദ്ദേഹവും മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. നടരാജഗുരുവാണ് എവിടെ? നീലഗിരിയിൽ ശ്രീനാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. ഇനി ഗുരു എന്ന നോവലിന് 1994 വയലാർ അവാർഡ് ലഭിച്ചു. ഗുരു എന്ന നോവല്. അതിൻ്റെ കർത്താവാരാണ്? കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ എഴുതിയ ഗുരു എന്ന നോവലിന് 1994 എന്ത് അവാർഡ് ലഭിച്ചു? വയലാർ അവാർഡ് ലഭിച്ചു. ഇനി യുഗപ്പിറവി എന്നത് ആരുടെ കൃതിയാണ്? ഗുരുദേവനെ കുറിച്ചുള്ള മറ്റൊരു കൃതിയാണ് യുഗപ്പിറവി. ആരുടെയാണ്? കെ വാസുദേവന്റെ കൃതിയാണ് യുഗപ്പിറവി എന്നോർക്കുക. അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കൃതി ആരെഴുതിയിട്ടുണ്ട്? ശ്രീനാരായണ ഗുരുസ്വാമി. ആ കൃതിയുടെ പേരാണ് ശ്രീനാരായണ ഗുരുസ്വാമി എന്ന കൃതിയുടെ കർത്താവാരാണ്? MK സാനു. അപ്പോൾ ഗുരു എന്ന കൃതി കെ സുരേന്ദ്രൻ്റെയാണ്. അതിനാണ് വയലാർ അവാർഡ് 1994 കിട്ടിയത്. ശ്രീനാരായണ ഗുരുസ്വാമി എന്ന കൃതി ആരുടെയാണ്? MK സാനുവിൻ്റെയാണ്. യുഗപ്പിറവി ആരുടെ കൃതിയാണ്? കെ വാസുദേവന്റെ കൃതിയാണ്. യുഗപുരുഷൻ എന്നത് ആരെ ആസ്പദമാക്കി, ആരുടെ ജീവിതകഥ ആസ്പദമാക്കിയെടുത്ത സിനിമയാണ് യുഗപുരുഷൻ. യുഗപുരുഷൻ ആരുടെ ആണ്? നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിത ചരിത്രമാണ് യുഗപുരുഷൻ. അത് സംവിധാനം ചെയ്തത് ആരാണ്? കെ സുകുമാരൻ എന്നുകൂടി ഓർക്കുക സുഹൃത്തുക്കളെ. ഇനി വളരെ പ്രധാനപ്പെട്ട 1-2 കൃതികൾ കൂടി, നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികൾ കൂടി ഒന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ കൃതിയാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഇത് ആർക്കുള്ള സമർപ്പണമായിട്ടാണ് അദ്ദേഹം എഴുതിയത്? ചട്ടമ്പി സ്വാമികൾക്കുള്ള സമർപ്പണമായിട്ടാണ് ഈ കൃതി അദ്ദേഹം രചിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതാനുഭവങ്ങളും അനുഭൂതികളും
വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ മറ്റൊരു കൃതിയുണ്ട്, സ്വാനുഭവഗീതി. സ്വാനുഭവഗീതി അദ്ദേഹത്തിൻ്റെ എന്താണ്, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ അനുഭൂതികളും നിറഞ്ഞ ഒരു കൃതിയാണ് സ്വാനുഭവഗീതി. ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. പക്ഷെ ചട്ടമ്പി സ്വാമികളോടുള്ള ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു കൃതിയുണ്ട് നവമഞ്ജരി. പ്രത്യേകിച്ച് പഠിക്കണേ, നവമഞ്ജരി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന അല്ലെങ്കിൽ എന്ന മെസ്സേജ് നൽകിയ അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണ്? ജാതിമീമാംസ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന അദ്ദേഹത്തിൻ്റെ മെസ്സേജ് നൽകിയ കൃതി ഏതാണ്? ജാതിമീമാംസ. അരിയുപ്രം പ്രതിഷ്ഠയോടനുബന്ധിച്ച് എഴുതിയ, ഞാൻ പറഞ്ഞു നേരത്തെ, ശിവശതകം. മഴ കിട്ടാതിരുന്നപ്പോൾ ഭക്തർക്ക് വേണ്ടി, മഴ കിട്ടാതെ ക്ലേശം അനുഭവിക്കുന്ന ഭക്തർക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ ഒരു കൃതിയുണ്ട്, അർത്ഥനാരീശ്വര സ്തോത്രം അല്ലെങ്കിൽ അർത്ഥനാരീശ്വര സ്തവം. ഇദ്ദേഹം എഴുതിയ പ്രധാനപ്പെട്ട കൃതിയാണ്. 2014 100ാം വാർഷികം ആഘോഷിച്ച ഗുരുദേവന്റെ കൃതി ഏതാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2014 100ാം വാർഷികം ആഘോഷിച്ച കൃതി ഏതെന്ന് ചോദിച്ചാൽ ദൈവദശകം എന്ന കൃതിയാണ്. ഗുരുദേവന്റെ മതദർശനം വെളിവാകുന്ന ഒരു കൃതി ഉണ്ടല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ്. ഗുരുദേവന്റെ മതദർശനം വെളിവാകുന്ന കൃതി എന്ന് വെച്ചാൽ ആത്മോപദേശ ശതകം. വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലെ പ്രസിദ്ധമായ വരികൾ നിങ്ങൾക്കറിയാം. ആത്മോപദേശ ശതകത്തിലെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം എന്ന് ഗുരു എഴുതിയത് ഏതിലാണ്? ആത്മോപദേശ ശതകം. അദ്ദേഹത്തിൻ്റെ മതദർശനം വ്യക്തമാക്കുന്ന കൃതിയാണ്. ഇനിയുണ്ട് ഒരുപാട് കൃതികൾ. ദർശനമാല, നിർവൃതി പഞ്ചകം, ദൈവചിന്തനം, അദ്വൈത ദീപിക, ജനനീ നവരത്ന മഞ്ജരി, കുണ്ടനിലി പാട്ട്, അതുപോലെ തന്നെ കാളി നാടകം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പറഞ്ഞാൽ തീരില്ല, അത്രമാത്രം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഓർക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വചനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സംഘടിച്ച് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വചനങ്ങളാണ്. സുഹൃത്തുക്കളെ, പറയാൻ ഇനിയും ഒരുപാടുണ്ട്. ഞാനിനി അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗുരുദേവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഗുരുദേവനെക്കുറിച്ച് പറഞ്ഞു തീർന്നോ എന്ന് ചോദിച്ചാൽ തീരില്ല. എത്ര പറഞ്ഞാലും തീരില്ല, എത്ര കേട്ടാലും മതി വരികയുമില്ല. കാരണം സമുദ്രത്തെക്കാൾ പരപ്പുണ്ട് ആ വ്യക്തിത്വത്തിന്, പർവ്വതത്തെക്കാൾ ഔന്നത്യമുണ്ട് ആ മഹത്വത്തിന്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു മത്സര പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ ക്ലാസ് ഞാൻ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.